ഹായ് ഹലോ, ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുളിച്ചൊരുങ്ങി നേരത്തെ ഇരിക്കുകയാണ്. നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് ഗൈസ്. അവരെ കാത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിരുന്ന അവസാനം ഞാൻ മടുത്ത് അവിടെ കിടന്നു. കാരണം അവർ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ വന്നത്. അപ്പോൾ ആരെന്ന് വെച്ചാൽ മമ്മി വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ചിറ്റിയ അനിയത്തി ഉണ്ട് കേട്ടോ. അവർ മധുരയിൽ നിന്ന് അവർ നമുക്ക് നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെ വൈകുന്നേരമാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫോട്ടോയും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ സ്നേഹപ്രകടനം കുറേ നാളിന് ശേഷം കാണുവാണല്ലോ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ്. ഒരു നമുക്ക് ഇങ്ങനെ കുഞ്ഞമ്മയുടെ മക്കൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരേപോലെ കാണുന്നത്. നിങ്ങൾ പറയുമല്ലോ 2 അമ്മമാരുണ്ട്, 2 അല്ല, എനിക്ക് 4 അമ്മമാരുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയും മമ്മിയും ചിറ്റയും അമ്മച്ചമ്മയും 4 പേരെ ഞാൻ ഒരേപോലെയാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്താ, അനിയത്തി വന്നിട്ട് അവളെനിക്ക് ഓരോന്നും എടുത്തുകൊണ്ട് തരികയായിരുന്നു. ഞാൻ നിനക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇതൊരു സ്പെഷ്യൽ മിച്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് അന്നേ അവളെനിക്ക് വാങ്ങിച്ചവിടെ വെച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനി വരുമ്പം കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ഒരു കുർക്കുറെ എന്തോ മധുരമോ അങ്ങനെ എന്തൊക്കെയോ ടേസ്റ്റ് ചേർന്നിട്ട് ഒരു മിച്ചറായിരുന്നു കേട്ടോ. ഈ മിച്ചർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് കഴിക്കുമ്പോൾ ഒരു മത്ത് പിടിക്കുന്ന പോലെ തോന്നും. അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് അല്ല, റസ്ക്, ബ്രെഡ്, പിന്നെ അൽബൂരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ നമ്മുടെ മറ്റേ കടലയുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് മസാലയൊക്കെ പുരട്ടിയിട്ടുള്ളത്, എനിക്ക് പട്ടാണിക്കടല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ ആദ്യം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങളെല്ലാം കൂടെ കുഞ്ഞും വന്നിട്ട് എടുക്കാമെന്ന് ചോദിച്ചു. പിന്നെ സ്വീറ്റ് ബോക്സ് ആയിരുന്നു ഇത്. എനിക്ക് ദീപാവലിക്ക് ചിറ്റ അവിടുന്ന് വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ ദീപാവലിയുടെ ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പം വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. മധുരം ഞങ്ങൾ അധികം കഴിക്കാത്തതുകൊണ്ട് കുറച്ചെടുത്ത് ഞാൻ കുഞ്ഞൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ കുഞ്ഞൻ വന്നു. പിന്നെ എനിക്കൊരു ബുക്ക് എനിക്ക് ശാലുമോൾ അവിടെ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും വെറുതെ കിടക്കുകയാണല്ലോ, എനിക്ക് ഫോൺ ഇപ്പോൾ അധികം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഫോൺ കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോളിന് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഫോൺ ഇപ്പോൾ എടുക്കാറേ ഇല്ല, ഫുൾ ടൈം കിടക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചു. കമൻസൊക്കെ ഞാൻ കാണുന്നില്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. കുഞ്ഞൻ പറയും ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് അയക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫോൺ ഞാൻ അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് തന്നെ. പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോസിനകത്ത് നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ കമൻറ്റ്സിന് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചാണ്. എനിക്ക് ബാക്ക് പെയിൻ ഇപ്പം കുറവുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കൂടിയപ്പോൾ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു ടെസ്റ്റിൽ എന്താണ്, പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. കുഴപ്പമില്ല, നോർമലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ നേരത്തെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അത് പിന്നെയും കൂടിയിട്ടുണ്ടോ എന്ന്. പക്ഷേ കുഴപ്പമില്ല, നോർമലാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട് നല്ല രീതിയിൽ. ഫുൾ ടൈം കിടക്കുവാണല്ലോ, വേറെ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് വേറെ അങ്ങനെ വലിയ ഭാരിച്ച പണികളൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കുറവുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡല്ല നമ്മൾ സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ചോറും മീൻകറിയും മീൻ വറുത്തതായിട്ടൊക്കെ കഴിച്ചു. പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു കാന്താരി മുളകൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂട്ടിയിട്ട് നല്ല എരിവും കൂടെ കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എരിവ് മനസ്സിലായത്. കുഞ്ഞിനെടുത്ത് നിന്ന് കുഞ്ഞിന് നല്ല എരിവായി. അവസാനം പിന്നെ കുഞ്ഞൻ ഈ സ്വീറ്റ്സും മിച്ചറും ഒക്കെ തിന്നാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ഇങ്ങനെ ലോങ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല, പറ്റുന്ന രീതിയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.